പ്രിയമുള്ളവരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാന യോഗമെന്ന 7-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. പുണ്യോഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പുണ്യഃ ഗന്ധഃ പൃഥിവ്യാം ച തേജഃ ച അസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപഃ ച അസ്മി തപസ്വിഷു. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പൃഥിവ്യാം പുണ്യഃ ഗന്ധഃ ച വിഭാവസൗ തേജഃ ച അസ്മി സർവഭൂതേഷു ജീവനം തപസ്വിഷു തപഃ ച അഹം അസ്മി. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം അർജുനനോട് ഉപദേശിക്കുകയാണ്. അല്ലയോ കൗന്ദേയ അർജുന, ഭൂമിയിലുള്ള സുഗന്ധവും അഗ്നിയിലുള്ള തേജസ്സും സർവഭൂതങ്ങളിലുള്ള ജീവ ചൈതന്യവും തപസ്സുകളിലുള്ള തപസ്സും ഈ ഞാൻ തന്നെയാകുന്നു. നമസ്തേ.